ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിലെ ഒരു ഡെഡ് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള 10 പക്ഷികൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്പർ 10, സെക്രട്ടറി ബേർഡ്. ആഫ്രിക്കയിൽ മാത്രം കാണപ്പെടുന്ന ഒരു വലിയ ക്രൂരമായ പക്ഷിയാണ് ഇത്. ഇവ ഇരകളെ വേട്ടയാടി പിടിക്കുകയും പലപ്പോഴും ഇരകളെ ചവിട്ടി കൊല്ലുകയും ചെയ്യുന്നു. നമ്പർ 9, ഗ്രേറ്റ് നോർത്തേൺ ലൂ. ഈ പക്ഷിയെ വളരെ അപകടകരമായി കണക്കാക്കുന്നത് അവയുടെ മൂർച്ചയുള്ള കടാര പോലുള്ള കൊക്ക് മൂലമാണ്. ഇത് പ്രദേശം സംരക്ഷിക്കാനും വേട്ടക്കാരെ ആക്രമിക്കാനും ഉപയോഗിക്കുന്നു. നമ്പർ 8, ഗ്രേറ്റ് ഹോൺഡ് ഔൾ. കൊമ്പൻ മൂങ്ങ എന്നറിയപ്പെടുന്ന ഇത് അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഇവർക്ക് നിശബ്ദമായി പറക്കാനും ഉയർന്ന മൂർച്ചയുള്ള നഖങ്ങളും ഉള്ളതുകൊണ്ട് ആക്രമണം വളരെ ക്രൂരമാണ്. നമ്പർ 7, ഹൂഡഡ് പിറ്റോഹൂയ്. ന്യൂഗിനിയയിൽ മാത്രം കാണപ്പെടുന്ന ഈ പക്ഷി വളരെ അപകടകാരികളാണ്. ഇവ വേട്ടക്കാരിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ വിഷവസ്തുക്കൾ ഉപയോഗിക്കുന്ന പക്ഷികളാണ്. നമ്പർ 6, ഹാർപ്പി ഈഗിൾ. മധ്യ അമേരിക്കയിലും ദക്ഷിണ അമേരിക്കയിലും കണ്ടുവരുന്ന ഒരു ഭീമാകാരമായ ശക്തമായ പരുന്താണ് ഇത്. ഇരയെ ആക്രമിക്കാൻ ഇവരുടെ ഏറ്റവും വലിയ ആയുധം ഇവരുടെ നഖങ്ങളാണ്. നമ്പർ 5, ലാമർജിയർ. ഓസിഫ്രേജ് എന്നറിയപ്പെടുന്ന ഈ പക്ഷി വളരെ വലിയ ഒരു ഇരപടിയൻ പക്ഷിയാണ്. കഴുകന്മാരുടെ എല്ലാ തരത്തിലുള്ള ക്രൂരതയും ഇതിനുണ്ട്. നമ്പർ 4, ഓസ്ട്രേലിയൻ മാക്പി. ഓസ്ട്രേലിയയിലും തെക്കൻ ന്യൂഗിനിയയിലും കാണപ്പെടുന്ന ഈ പക്ഷി വളരെയധികം ആക്രമണകാരികളാണ്. ഇവർക്ക് കുറഞ്ഞത് 100 വ്യത്യസ്ത ആളുകളെ തിരിച്ചറിയാനും കഴിയും. നമ്പർ 3, എമു. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ എമു എന്ന പക്ഷി മൂലം വിളകൾ നശിക്കുകയും ഒരുപാട് പേരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഈ പക്ഷികളുടെ വേഗതയും ആക്രമണ രീതിയും വളരെയധികം ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. നമ്പർ 2, ഓസ്ട്രിച്ച്. ഒട്ടക പക്ഷികളുടെ വലിപ്പവും അതിവേഗത്തിലുള്ള ഓട്ടവും ശക്തമായ ചവിട്ടും കാരണം സിംഹങ്ങളെ കൊല്ലാനും മനുഷ്യ മരണത്തിന് വരെ കാരണമാകാവുന്ന ഒന്നുമാണ്. ഇവയുടെ കാലിന്റെ നഖങ്ങളാണ് ഏറ്റവും കൂടുതൽ അക്രമകാരികളാവുന്നത്. നമ്പർ 1, സദേൺ കാസോബറി. ഓസ്ട്രേലിയയിലും ഇന്തോനേഷ്യയിലും ഒക്കെ കാണപ്പെടുന്ന ഈ പക്ഷി വളരെ അപകടകാരിയും വംശനാശ ഭീഷണി നേരിടുന്നവയുമാണ്. മനുഷ്യരെ കൊല്ലാൻ വരെ ഇവർക്ക് കഴിയുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.